ഹായ്. ഞങ്ങൾ ഒരുമിച്ച് IPL കമൻട്രി സമയത്തുണ്ടായിരുന്നു. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, നിങ്ങൾ എന്നെ ചതിച്ചു. ഞാൻ ഇവരുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്നിട്ട് ഇവർ എൻ്റെ ടീമിന് സ്പോൺസർ ചെയ്യാതെ നിയാസിക്കയുടെ ടീമിന് സ്പോൺസർ ചെയ്തു. ഇന്നലെ രാത്രിയിലും സുഭാഷായിട്ട് എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇത് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു കൂട്ടില്ല. പ്രഭുരാജേട്ടാ, നെക്സ്റ്റ് നിങ്ങളോടാ. അപ്പം അല്ല, ശ്രീഭായിയും പൃഥ്വിരാജേട്ടനും ഒക്കെ പറഞ്ഞതാ കഴിഞ്ഞ വർഷം കൊല്ലത്തേക്കോ ഇല്ല, ചതിച്ചു. അതെ, കൊല്ലത്തെ ഞാൻ ചതിച്ചിട്ട് ഞാൻ കൊച്ചിയുടെ കൂടെ നിന്നതാ. എന്നാലും ഞാൻ പറയാൻ കാര്യം, ലാസ്റ്റ് മാൻ സ്റ്റാൻഡ്സ് ആക്ച്വലി ജൂൺ മാസം UK മാച്ച് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബേസിൽ എന്നെ കൂടെ പേഴ്സണലി കളിക്കാൻ വിളിച്ചിരുന്നതാണ്. അപ്പം അവർക്കൊപ്പം അവിടെ കളിക്കാൻ വേണ്ടി പോയിരുന്ന സമയത്താണ് CCFൽ ഇങ്ങനൊരു പ്ലാൻ വരുന്നതും പ്രതീക്ഷിച്ചതിനെക്കാട്ടി എത്രയോ വലിപ്പത്തിൽ, എത്രയോ ഗംഭീരമായ രീതിയിൽ ഈ ലോഞ്ച് ഇവിടെ നടക്കുന്നതും. ഞാൻ ആക്ച്വലി ചിന്തിച്ചിരുന്നില്ല ഇത്രയും ഒരു ഗ്രാൻഡ് ലോഞ്ചാണെന്ന്. കാര്യം കഴിഞ്ഞ തവണ KCLന്റെ ഭാഗമായിട്ട് അതിൻ്റെ ലോഞ്ചിന് നമ്മൾ പോയിരുന്നപ്പോൾ സമാനമായ രീതിയിൽ റെഡൊക്കെ ഇട്ടിട്ട് ഇവരോട് ഇരിപ്പുണ്ടായിരുന്നു, ഞങ്ങൾ ഇപ്പുറത്ത് ബ്ലൂ ഇട്ടിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നടന്ന KCLന്റെ ഏറ്റവും വലിയ ഒരു ലോഞ്ച് പോലെ സമാനമായ രീതിയിൽ മികച്ച രീതിയിൽ തന്നെ CCF സംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. സ്വാഭാവികമായിട്ടും പ്രായം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരുണ്ട് ഈ CCFന്റെ തലപ്പത്ത്. അപ്പോൾ അവരാണ് ഇതിൻ്റെ പിന്നിൽ. പിന്നെ നമ്മുടെ ടീം ഓണർ കിഡു. അപ്പോൾ കിഡു ഞാനും കൂടെ ചേർന്ന് ടീം ഇടുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഉറപ്പിച്ചു ഇത് ഗ്രൗണ്ടിൽ നടക്കുന്നതിനെക്കാട്ടി അടി പുറത്ത് കിടക്കുന്നു. കാരണം ഞങ്ങൾ എപ്പോൾ കളിച്ചാലും ഞങ്ങൾ എന്തായാലും പറഞ്ഞടിയാ. ഇടയ്ക്ക് ഞാൻ ഹെൽമെറ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടാണ്. എൻ്റെ കൂടെ ഓടാൻ നിന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് വാളി സിംഗിൾ എടുക്കത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കിടുവിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ചൊരു കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ഈ ക്രിസ്മസ് അപ്പൂപ്പനെ കൊണ്ട് ഏത് ടീമിലാണ് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ രണ്ടായാലും കിടുവിൻ്റെ പ്രായത്തേക്കാൾ ഉപരി കിടുവിൻ്റെ ഒരു ആവേശവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്യുമ്പോൾ പുറത്ത് വലിയ അടികൾ നടന്നേക്കാൻ പേടിക്കണ്ട, കളിക്കളത്തിനകത്ത് നമ്മൾ തകർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അല്ലേട്ടൻ്റെ ഒരു വാചകം കടമെടുക്കുന്നു. ലെറ്റ്സ് പ്ലേ ആൻഡ് എൻജോയ്. ക്രിക്കറ്റ് വല്ലാതെ അറിഞ്ഞിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. സിനിമ എന്നുള്ളൊരു വേർഡ് നമ്മളെ വിളിച്ചപ്പോഴത്തേക്കിനും ടെക്നീഷ്യൻസും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എല്ലാവരും ആണ് ഇതിൻ്റെ പിന്നിലെന്നും കുറേ നമുക്കറിയാവുന്ന ഒത്തിരി ആക്ടേഴ്സും എല്ലാവരും ഉണ്ട്, മീഡിയാസും. നമ്മൾ ഒരു സിനിമ വിജയിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ നന്നാവുമ്പോഴും അതിൻ്റെ പിന്നിൽ ഇവരുടെയൊക്കെ സപ്പോർട്ടുണ്ട്. സോ നൗ ഇറ്റ്സ് ടൈം ടു സപ്പോർട്ട് ദം ബാക്ക്. ദാറ്റ്സ് വൈ ഐ എം ഹിയർ. പക്ഷെ ഇവരൊക്കെ എനിക്കറിയാം. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ക്രിക്കറ്റിനെ പറ്റിയിട്ടുള്ള വിവരമില്ല. അംബാസഡറൊക്കെ ആവാനുള്ള ഒരു ക്വാളിറ്റി ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഐ എം ഗ്രേറ്റ്ഫുൾ. സിനിമ ടീമിനെയും സപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്നൊരു അവസരം എന്നുള്ളത് ഐ എം ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്.